ഇന്ന് നമ്മൾ മാന്ത പറ്റിച്ചതാട്ടോ ചെയ്യുന്നത്. മാന്ത പറ്റിച്ചതെന്ന് പറഞ്ഞാൽ അധികം പേർക്കും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ഒരു റെയർ ആയിട്ടൊരു റെസിപ്പിയാണ്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1-2 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് മാന്ത അല്ലെങ്കിൽ നുങ്ക് എന്നൊക്കെ പറയപ്പെടുന്ന മീനാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ചെറിയ മത്തി അതുപോലെ നെത്തലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് മുളകൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഏത് ചട്ടിയിലാണോ അടുപ്പത്ത് വെക്കുന്നത് അതിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അത് വെച്ച് നോക്കിയപ്പോൾ വീഡിയോയിലൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് ആദ്യം ബൗളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെക്കാനുള്ള ചീനച്ചട്ടിയിലേക്ക് ആ മീൻ കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തു. കുറേശ്ശെ 1-2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പരത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു ചീനച്ചട്ടി തന്നെ എടുക്കുക. അതുപോലെ ഒന്നിൻ്റെ മേലെ ഇങ്ങനെ ഒന്നും ആവാതെ ഇങ്ങനെ പരത്തി ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊന്നിങ്ങനെ ഡ്രൈ ആണ്, ഇത്രയും കൂടെ വെള്ളം വേണം. അപ്പോൾ ഞാൻ ആ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പരത്തി വെക്കുന്നുണ്ട്. ഇനി ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്നിങ്ങനെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചീനച്ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ ആ ഒരു എണ്ണയും ആ വെള്ളം എല്ലാം കൂടെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആയി കിട്ടും. അല്ലാതെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോകില്ല മേലെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം ഒന്നിങ്ങനെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് മേലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സിമ്മിൽ 1-2 മിനിറ്റ് ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളുടെ മാന്ത പറ്റിച്ചത് അല്ലെങ്കിൽ കായം പരട്ടിയതെന്ന് കേട്ടോ പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ അറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ ഒരു കറിവേപ്പില ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുക്കുന്നുണ്ട്. കാരണം കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ചേർക്കണ്ടായിരുന്നു എന്ന്. കാരണം ഇവരാരും അങ്ങനെ ചേർക്കുന്നത് കണ്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെയാണ് ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അവിടെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ ആ കറിവേപ്പില ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടേതായ ഒരു മാന്ത ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുന്ന സമയത്ത് ഇങ്ങനെ അലിഞ്ഞിരിക്കുന്ന പോലെ തോന്നും, ഇങ്ങനെ ഫ്രൈ ആവാത്ത പോലെയൊക്കെ തോന്നിട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മാന്ത പറ്റിച്ചത് അല്ലെങ്കിൽ കായം പരട്ടിയെന്നൊക്കെയാണ് പറയുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മാന്തല വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മത്തിയൊക്കെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെ നാട്ടിൽ ഈ ഒരു റെസിപ്പി ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിതുവരെ കണ്ടിട്ടില്ല, മലപ്പുറത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. ആ ഒരു ഗ്രേവി ഇല്ലേ, അപ്പോൾ അതൊക്കെ ചോറിൻ്റെ കൂടെ അതുപോലെ പത്തിരിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്.